അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ടാങ്ക് കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. എല്ലാം അപ്പോൾ തന്നെ ഉണങ്ങിയത്. പിന്നെ ഞാൻ 2 ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് സെറ്റാകത്തുള്ളൂ പെയിൻ്റ് അടിച്ചത്. ആദ്യം ഒന്ന് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഉണങ്ങിയിട്ട് കാണിക്കും, പക്ഷേ ഉണങ്ങി കാണത്തില്ല കംപ്ലീറ്റ് ആയിട്ട്. ടാങ്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫിൽറ്ററിൻ്റെ ഹോസൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിൽറ്ററിന് 90 രൂപ, ഹോസിന് 100 രൂപ. ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 190 രൂപ ആയിട്ടുണ്ട്. ഈ മേടിച്ചിരിക്കുന്നത് ഒറിജിനൽ ഫിൽറ്റർ അല്ല കേട്ടോ. ഒറിജിനൽ വേണം കിട്ടുമായിരുന്നു. സിപ്പിൻ്റെയാണ് ഫിൽറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്, സിപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അപ്പോൾ അതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ മാർക്കില്ല. ഇത് ഇൻലെറ്റ് ഏതാ ഔട്ട്ലെറ്റ് ഏതാന്നുള്ളതിൻ്റെ ഒരു ആരോ മാർക്കുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, പഴയ ഫിൽറ്ററിൻ്റെ മുകളിലൊരു ആരോ മാർക്കുണ്ട്. അത് ഔട്ട്ലെറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇൻലെറ്റ്. ഇതിനകത്ത് പെട്രോൾ നിറഞ്ഞിട്ട് ഇതുവഴി ഇങ്ങനെ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. ഇനി ഈ ക്ലാമ്പ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നൊരു സംഭവമല്ല കേട്ടോ. കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല, ഈ പ്രസ് ചെയ്തെടുക്കുന്ന ക്ലാമ്പേ. അപ്പോൾ ഇവനെ നമുക്ക് ഊരിയെടുക്കണം. നമ്മുടെ പുതിയതിനകത്തോട്ട് ഫിറ്റ് ചെയ്തേക്കാം. ഇതാ കടയിൽ എടുത്തു തന്ന ചേട്ടനെ ഫിറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ അത് അഴിച്ചിട്ട് ഇതിനെ കയറ്റിയിടാം. കൂടുതൽ കയറിപ്പോയി. ഓക്കെ, ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തേക്കാം. ഇതിലേക്ക് ഈ ഹോളിനകത്തൊരു തിരിച്ച് കയറ്റാം. ഇപ്പോൾ കയറ്റിയിടുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ക്ലാമ്പില്ലേ നേരത്തെ അഴിച്ചു വെച്ചിരുന്നത് അവനെ കയറ്റിയിടണം. എന്നിട്ട് സെറ്റ് ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഫുള്ള് കയറി കിടപ്പുണ്ടായിരുന്നു, ഡൗട്ടുണ്ടായിരുന്നു, നോക്കേണ്ടി വരും. ഇത് ഫുള്ള് കയറി കിടക്കണം കേട്ടോ ഹോസ് ഇവിടെ വരെ. കഴിഞ്ഞ് നമുക്ക് ലോക്ക് ഇട്ടേക്കാം. ഇവിടെ ഒരു മുഴപ്പുണ്ട്, ആ മുഴപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ലോക്കും ഇടുക. പിന്നെ ഈ ഹോസ് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ ചെറുതേ ഇത് മേടിക്കാൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കല്ലപ്പും പൊട്ടലൊക്കെ ഉണ്ട്, നോക്കാതെ ശരിയാവും. ഇത് നമുക്ക് ഈ മുകളിലത്തെ ടാക്കോമീറ്ററിൻ്റെ ആ സംഭവം തിരിച്ചു വെച്ചേക്കാം. ടാക്കോമീറ്ററിൻ്റെ ഇതിലെ പ്രത്യേകിച്ച് പെയിൻറ്റ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പെട്രോളിനകത്ത് മുങ്ങുമ്പോൾ പെയിൻറ്റില്ല ഇളകി പെട്രോളിനകത്ത് ചേരും. കാരണം തുരുമ്പൊക്കെ മാറ്റിയിട്ട് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ടല്ലോ. പിന്നെ തിരിച്ചു വെച്ചേക്കാം. ഇനിയിപ്പോൾ വന്നിട്ടും റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സാധനം മാറിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഇതുണ്ടല്ലേ ക്ലാമ്പ് പോലത്തെ, ആ ഒരു ക്ലാമ്പിൻ്റെ നേരെയാണ് ഈ ഒരു ഇത് വരുന്നത്. ആ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടല്ലോ ടാക്കോമീറ്ററിൻ്റെ, മീറ്ററിലേക്കുള്ള ആ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ. അപ്പം ഈ പൊസിഷനിലാണ് കിടക്കേണ്ടത് സംഭവം. അതങ്ങനെ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തട്ടിയിട്ട് ടാക്കോ ഈ ഒരു ഇതില്ലേ ഈ ഒരു റീഡ് ചെയ്യുന്ന സംഗതി ഉണ്ടല്ലോ
അത് മൂവ് ചെയ്ത് വരുമ്പോൾ ആ ടാക്കോമീറ്റർ വർക്ക് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ സംഗതി ഇറക്കിയേക്കാം. ഇറക്കുമ്പോൾ അടിയിൽ റബ്ബർ വാഷർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പെട്രോൾ അവിടെ നിന്ന് ലീക്കായി പോയിക്കൊണ്ടിരിക്കും. ഇതുണ്ടല്ലേ അടിയിലൊരു റബ്ബർ വാഷറുണ്ട്. ഇതുണ്ടോ? എന്നിട്ട് ഈ ഹോളിലെ സ്ക്രൂകളുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. വെച്ചിട്ട് ഇവിടെ ചെറിയ സ്ക്രൂ ഉണ്ടല്ലോ, 1 2 3 4 5 സ്റ്റാർ സ്ക്രൂ ആണ്. ഓനെ ഇടുക. സ്ക്രൂ എല്ലാം വേഗം ഇട്ടുക. നമ്മൾ അഴിച്ചപ്പോഴും വലിയ ബലം പിടിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു വലുത് തന്നെ തിരിച്ച് മുറുക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ ക്രോസ് ആയിട്ട് മുറുക്കി കൊടുക്കുക. ക്രോസ് ആയിട്ട് ഇത് മുറുക്കി കഴിഞ്ഞാൽ അതിനെ ഇതേ മുറുക്കത്തുള്ളൂ. ഇത് മുറുക്കി കഴിഞ്ഞാൽ ഇതേ മുറുക്കത്തുള്ളൂ. ഇത് മുറുക്കുക. വേണ്ട, ഇവിടെ ലൂസായിട്ടിരിക്കില്ലേ. അതുപോലെ തന്നെ എന്നിട്ട് ഇവിടെ മുറുക്കുക. ഇതിന് നേരെ എതിരെയുള്ളത്. ലാസ്റ്റ് ഫൈനൽ എല്ലാം കൂടി ടൈറ്റ് ആയിട്ടുണ്ടോ എന്ന് ശരിക്കും ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് നമ്മുടെ ഒരു കൈ ഉണ്ടല്ലേ അഴിച്ചത്, അത് ഒരു കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനിവിടെ സെറ്റായിട്ടുണ്ട്. നീ ഒരു ഹോസ് കൂടി ഫിറ്റ് ചെയ്യണ്ടല്ലോ. അത് ഇങ്ങനെയായിരിക്കും അതിൻ്റെ പൊസിഷൻ. ഇത് തിരിച്ചാണ്. ഇതാണ് ഇവിടെ വരേണ്ടത്. ചില ലൂസാക്കിയിട്ടേ കയറ്റി വെക്കാം. ഇത് ഫിറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഇവിടെ ഒരു സംഗതി കണ്ടു. എന്നാ അറിയോ, ഇതിലെല്ലാം ചെറിയ ഹോൾസ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ചെറിയ ഹോള്. ഈ ഭാഗത്തായിട്ട് ക്ലിയർ ആണെന്നുള്ള അറിയില്ല ഈ ക്യാമറയിൽ. ഇവിടെ ഒരു ഹോളുണ്ട്. ഇനി വേറെ എവിടെയാണ് ഹോളുള്ളത്? ഇത് ഹോളാണോ ഇനി അങ്ങനെ തന്നെ ഉള്ളതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് കിഴുത്ത കേട്ടോ. ഞാൻ ഈ ടോർച്ച് ഇതിനകത്തിലടിക്കുമ്പോഴേ ഇവിടെ ഒരു ഹോള്. ഞാൻ ഒരു കിഴുത്ത കണ്ടു കഴിഞ്ഞാൽ കമ്പനി ഇട്ട പോലെ ഇരിക്കുന്ന കേട്ടോ. എങ്ങനെയാണിത്? ഇവിടെയും കാണാം ഒരു കിഴുത്ത കാണുന്നുണ്ടോ? കണ്ടോ കിഴുത്ത കണ്ടോ? തിളങ്ങുന്ന കണ്ടോ?
അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ഓരോ ഹോൾസ്. ഇതിൻ്റെ ബാക്കിലത്തെ സൈഡിൽ ഞാൻ കണ്ടായിരുന്നു. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹോള്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ, ഹോള് കണ്ടോ? ഇത്രയും ഹോളോ? വെറുതെയാണോ ടാങ്കിനകത്ത് പെട്രോൾ തീർന്നിട്ടിരിക്കുന്നത്? ഇനി അങ്ങനെ ഈ ഇതിനുള്ളതാണോ? ഇത് ഇവിടെയുണ്ട് ഹോള് കേട്ടോ. ഈ സൈഡിൽ ഞാൻ കാണിക്കാം. ഇവിടെ തിളങ്ങുന്നുണ്ടോ? അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്. ഞാൻ ഈ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ച് മറ്റേ കൈ കൊണ്ടല്ലേ ചെയ്യേണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇവിടെയുണ്ട്, ഈ സൈഡിലുണ്ട് ഹോള്. ഇതുണ്ട് ഈ ഹോള്. അപ്പോൾ ഇത് ഈ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് കടയിൽ കൊണ്ടുപോയിട്ട് നോക്കാം പുതിയതായിട്ട് ഇങ്ങനൊരു സംഭവം ഉള്ളതാണോ. അങ്ങനെ വരാൻ വഴിയില്ല. എന്ന് വെച്ചാൽ ഇതുവഴിയാണ് പെട്രോൾ ടാങ്കിനകത്തോട്ട് അടിക്കുന്നത്. അപ്പോൾ ടാങ്കിനകത്ത് വരുന്ന ഗ്യാസെല്ലാം ഇതുവഴി പോവുകയാണെങ്കിൽ പെട്രോൾ, ഈ ഗ്യാസായിട്ട് പോകുന്നത് പെട്രോളാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും വണ്ടിക്ക് മൈലേജ് കുറവല്ലോ. ഞാനൊരു 10 ലിറ്ററൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിയുമ്പം പെട്രോൾ അങ്ങ് താന്നു പോകും. എവിടെ പോകുന്ന അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കഴിഞ്ഞാണെങ്കിൽ അടിച്ചിട്ടാണ് പെട്രോളും പോയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഓസ് നാളെ പോയി മേടിക്കാം. ഇന്നിപ്പം ഞായറാഴ്ച അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്ക് കാറിൻ്റെ ഈ സൈഡ് ഉയർത്തിയിട്ട്, ഉയർത്തല്ലേ കയറത്തുള്ളൂ, ഈ സൈഡ് പൊക്കണം. ഉയർത്തിയിട്ട് നമുക്ക് ആ അടിയിലോട്ട് കയറ്റി സ്ക്രൂ ഒക്കെ ഇട്ട് വെച്ചേക്കാം. മറ്റേത് കഴിഞ്ഞിട്ട് പോയി മേടിച്ചിട്ട് ഫിറ്റ് ചെയ്യാം. പെട്രോൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ 5 ലിറ്റർ പെട്രോൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് ഫിറ്റ് ചെയ്തിട്ട് പെട്രോളൊക്കെ ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാനായിരുന്നു പരിപാടി. ചീറ്റിപ്പോയി. അപ്പോൾ ജാക്കി വെക്കാൻ അറിയായിരിക്കുമല്ലോ അല്ലേ? ഇവിടെ കാറിൻ്റെ ഇവിടെ കണ്ടല്ലേ ഒരു കുഴിഞ്ഞൊരു സ്ഥലം. അല്ല, നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്താണ് കാറിൻ്റെ ജാക്കി വെക്കേണ്ട സ്ഥലം. അപ്പോൾ ഇവിടെ കൊണ്ട് വെക്കുക. മരുതിക്കാറിൻ്റെ ജാക്കി ഇങ്ങനെ വരുന്നത് ഈ ഒരു ഹാൻഡിലോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ വീതി കൂടിയ സ്ഥലമാണ് അടിയിൽ നിലത്ത് വെക്കേണ്ടത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇതാണ് പൊങ്ങുന്ന സ്ഥലം കേട്ടോ. ഈ ടൈറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഇവനങ്ങ് പൊങ്ങും. അതുപോലെ തിരിച്ച് അഴിച്ചു കഴിഞ്ഞാൽ താന്നി വരും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് പോരാത്തതുകൊണ്ട് ആ ടാങ്കിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് കയറണമെങ്കിൽ ഈ നമ്മുടെ പേവിങ് ഇതില്ലേ കട്ടയില്ലേ ബ്രിക്ക്, അത് വെച്ചിട്ട്, അത് കോൺക്രീറ്റാണല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ജാക്കി വെക്കുന്നത്. ഇത് മതിയായിരിക്കും. ടയറത്തിനും പൊങ്ങിയില്ലേ. അപ്പം വിരലൊന്നും കൊണ്ട് അടി വെച്ചേക്കരുത് കേട്ടോ. അതുപോലെ ഇവിടെയൊക്കെ അടിയിലോട്ട് കയറുമ്പോഴേ സൂക്ഷിക്കുക. അത്ര സ്റ്റെബിലിറ്റി ഇല്ലാത്ത ജാക്കി ഇത് വെച്ചിട്ട് കാറിനടി കയറി കിടക്കരുത്. എപ്പോഴാണ് തന്നെ പോകാം. ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഒരു പ്രൊഫഷണൽ ജാക്കി കാണിക്കുന്നുണ്ട്.
അപ്പം കാറിന് ജാക്കി വെച്ചിട്ട് അടി കയറി കിടക്കാനാണ് പരിപാടിയെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കയറാവുള്ളൂ. ഈ കാറ് നെഞ്ചത്തിരിക്കും. ഇനിയിപ്പോൾ ആ ജാക്കി കയ്യിലില്ലെങ്കിൽ ഒരു പണി ചെയ്താൽ മതി. ഇതുപോലത്തെ വേറൊരു കോൺക്രീറ്റിൻ്റെ ബ്രിക്ക് എടുക്കുക, ഇതൊരു ശകലൂടി പൊക്കിയിട്ട് ഇതിനടിയിലോട്ട് കയറ്റി വെക്കാം. അപ്പോൾ പിന്നെ ടയറിൽ ഫുള്ള് നിലത്ത് നിൽക്കുന്ന പോലെ അല്ലേ, മേത്തോട്ട് വീഴത്തില്ല. അപ്പോൾ ഞാനിത് പൊക്കിയിട്ട് ഇതെടുത്ത് വെക്കാൻ പോവാണേ. ഒരു കട്ടയോടെ വെച്ചേക്കാം. ഇനി എന്നിട്ട് ഇവിടെ ലൂസാക്കുമ്പം കാറ് ഇതിൻ്റെ മുകളിലേക്ക് ഇരുന്നോളും. അപ്പോൾ കാറ് ഇരുന്നു അവിടെ അല്ലേ, അവിടെ ഇരുന്നു. ഇനി സേഫാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കയറിയിട്ട് കിടക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ കാറിൻ്റെ അടിയിലോട്ട് കയറുന്നതിന് മുമ്പേ കാറ് ഗിയറിലിട്ടണം. ഫസ്റ്റ് അല്ലെങ്കിൽ റിവേഴ്സ്. ഇതൊരു പ്രധാന സംഗതി കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് കിടക്കുകയായിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിച്ചെന്നുള്ളൂ. ഇപ്പം ബേസ് ബോർഡ് എടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ടാങ്ക് നമുക്ക് പതുക്കെ തള്ളി അങ്ങോട്ട് നീക്കിയേക്കാം. ഇപ്പോൾ നല്ലപോലെ കാറ് അവിടെ പൊങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ബാക്കിൽ നമുക്ക് കയറ്റി വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ അല്ലേ, അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കാണുന്നില്ലേ ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു വയർ തൂങ്ങിക്കിടക്കുന്നു, അതാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. അത് ഫിറ്റ് ചെയ്യാനായിട്ട് ഏത് സൈഡിൽ നിന്നാണ് എളുപ്പം നമുക്ക് നോക്കാം. എനിക്കൊന്ന് ആ സൈഡിൽ നിന്നാണ് അത് ഫിറ്റ് ചെയ്യാനായിട്ട് എളുപ്പം തോന്നുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ തോന്നുന്നു കേട്ടോ. സെൻറ്ററിലാണ് ഒരു കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കയറിയിട്ട് ഫിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഈ കോട്ടയം ഭാഗത്തൊക്കെ ചെറിയ മഴക്കാറുണ്ട്. ഇത് വലിയ ചൂടില്ല, അല്ലാതെ ഇപ്പോൾ ഭയങ്കര ചൂട്. ഇവിടെ ഈ കണക്ഷൻ ഉണ്ട് ഇലക്ട്രിക്കല്ലേ, അത് നമുക്കിവിടെ സെറ്റ് ചെയ്യണം. പക്ഷേ അവിടെ എത്തത്തില്ല. ടാങ്ക് ശകലം പൊക്കി വെക്കേണ്ടി വരും, എന്നാലേ എത്തത്തുള്ളൂ. അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം. ഞാൻ ആ സൈഡിലൊരു ഇതുപോലത്തെ നേരത്തെ എടുത്തുപോലത്തെ ഒരു ബ്രിക്ക് എടുത്ത് ഈ സ്പോട്ട് അടിക്കിട്ടില്ലേ, അപ്പോൾ ഇവിടെ ശകലം പൊങ്ങി കിട്ടി. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, കണക്ട് ചെയ്തു കേട്ടോ. കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തുകൂടെ ഇരുട്ടത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം. കണ്ടോ, കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ടാങ്കേ ഒരു കഴിഞ്ഞ് പൊക്കാൻ നോക്കിയിട്ടൊന്നും പോകുന്നില്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ എന്താ ഞാൻ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ഈ ജാക്കി അഴിച്ചിട്ട് നമുക്ക് ടാങ്കിന് അടി വെച്ച് നമ്മൾ താത്തിയില്ലായിരുന്നു,
എണ്ണാത്ത പിടിക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പൊക്കാം. ഞാൻ നേരത്തെ ഒരു ജാക്കിയുടെ കാര്യം പറഞ്ഞില്ലേ, പ്രൊഫഷണൽ ജാക്കി എന്ന് പറഞ്ഞ്, അതിതാണ്. ഇതിനു മുമ്പ് 2 വീഡിയോ ഉണ്ട് കേട്ടോ, അത് കാണാത്തൊരു കാണണം കേട്ടോ. ഞാൻ കുറേ വർഷങ്ങളെടുത്ത് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസാണ് നിങ്ങൾക്ക് 1-2 വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ലൈക്ക് അടിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ ജാക്കി ഇതിനടിയിലോട്ട് വെക്കാം. എന്നുവെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ഈ ഒരു കട്ട തന്നിപ്പോൾ വല്ലതും ചെയ്താലേ കാറോടെ താങ്ങിന്നോളും. ഇതിനടിയിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇവനെ അഴിച്ചേക്കാം. ഈ കട്ട തന്നത്തൊന്നുമില്ല, പിന്നെ പറയാൻ പറ്റത്തില്ലല്ലോ, വെറുതെ എങ്ങനെ റിസ്ക് എടുക്കണ്ടല്ലോ. ഞാനിവനെ അഴിക്കുകയാണ്. അഴിക്കുമ്പം ബോഡി ചെറുതായിട്ട് താഴുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് കാറ് ഇതിലിരുന്ന് കേട്ടോ. നല്ലപോലെ താഴുന്നുണ്ടല്ലോ. നന്നായിട്ട് താന്നു കണ്ടോ, ഇപ്പോൾ ലൂസായി. അപ്പോൾ ഫുള്ള് കാറ് നമ്മുടെ കട്ടയുടെ മുകളിലിരിക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി തെന്നി വരത്തില്ല. ഇതിൻ്റെ മുകളിലോട്ടോ ഇരുന്ന് കേട്ടോ, ഇതിൻ്റെ മുകളിലേക്ക് ഇരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ടല്ല ഇരുന്ന് ഒന്ന് കറക്റ്റാക്കണം. എന്ന് വെച്ചാൽ അത് വേറെ രീതിയിലുള്ള ജാക്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പറ്റുന്ന ഈ ഇവിടെയെങ്കിലും വെച്ച് കൊടുക്കണം. അത് അല്ല ശരിയാകത്തില്ല, കാറിൻ്റെ ബോഡി വളർത്തി കളയും. അതാണ് നമ്മൾ അഴിച്ചപ്പോൾ സൗണ്ട് കേട്ടത്, കിക്കി എന്നൊരു സൗണ്ട് കേട്ടില്ലേ, കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് സെറ്റാകുന്ന രീതിയിൽ നമുക്ക് വെച്ചിട്ട് ഇനി നമുക്ക് താഴ്ത്താം. അപ്പം അങ്ങോട്ട് ഈ സംഭവം ഈ ജാക്കിലോട്ടെ കാറിൻ്റെ ബോഡി കറക്റ്റായിട്ട് ഇരുന്നോളൂ. ബലത്തിലായിരിക്കുന്നത്, പോകത്തില്ല. ഇനി നമുക്ക് ഇത് ഇതിനെ കൊണ്ടുപോയിട്ട് അടി വെച്ചിട്ട് ടാങ്കി പോക്കാം.
കഴിച്ച പോലെ എളുപ്പമല്ല ഗൈസ് തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട്. അയ്യോ വലത്തെ കഴിച്ചു. ഒരു ജാക്കറ്റ് മുകളിൽ കയറ്റി കേട്ടോ, ഭയങ്കര പാടാ. ഓഹോ കൈ കഴിച്ചു. ടാങ്ക് വിചാരിച്ച പോലില്ല, 5 കിലോ കൂടുതലുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് പോയി. ആ ജാക്കി അടി വെച്ച് പൊക്കിക്കൊണ്ട് മാത്രമാണ് ഇപ്പം നമുക്ക് ഇതിടാൻ പറ്റുന്നത്. അതുപോലെ ഒരു സ്ക്രൂ കൂടി ഉണ്ട്, അവിടെ ഇട്ടേക്കാം. താഴ്പോയി. പന്ത്രണ്ടിൻ്റെ പാൻറാട്ടോ, ബോക്സ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. 12. ഇനി ഫ്രണ്ടിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം അവിടെ എന്തോ തടസ്സമുണ്ട്. ആ തടസ്സം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഈ സൈഡിൽ നോക്കാം. ഇവിടെ എന്തൊക്കെ തട്ടിയിട്ടുണ്ട്. ബ്രേക്ക് ലൈനിലായിട്ടിരിക്കുന്നത്. ബ്രേക്ക് ലൈനിൽ തന്നെ കേട്ടോ. ഇതുണ്ട് ബാക്കിൽ തന്നെ ഇട്ട് കഴിക്കുന്ന വരുമല്ലോ. ബാക്കിൽ കഴിച്ചിട്ട് ഇങ്ങനെ പുറകോട്ടാക്കണം. പൊറോട്ടാക്കിയിട്ട് ആദ്യം ഈ സൈഡ് ഫിറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ ഞാൻ ബാക്കിൽ തന്നെ ഇട്ട് ലൂസാക്കിയിട്ടുണ്ട്. ലൂസല്ലേ അഴിച്ചു വെച്ചു, നെറ്റ് കിടക്കുന്നുണ്ടല്ലേ. എന്നിട്ട് ജാക്കി ശകലം സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് കയറ്റി വെക്കാം. ഈ ഒരു സംഭവം കണ്ടോ, ആ ബ്രേക്കിൻ്റെ ആ ഒരു എന്തുകൊണ്ട് ബോൾട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതിൽ കൊണ്ടിട്ടാണ് കയറാഞ്ഞത്. അപ്പോൾ അത് കയറി ശകലം അലൈൻമെൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ട് എൻ്റെ ഹോള് നേരെയാക്കണം. ഇങ്ങനെ ഇരിക്കല്ലേ, ഈ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് സ്ക്രൂ ഇടാം. ഇല്ലേ പണിയാവും. സ്ക്രൂ അങ്ങിട്ട് ഒരെണ്ണം ഇട്ട് വെക്കണം എന്നാണ് ഈ തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ശരിയാക്കി. അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടല്ലോ, ഇവർ തടസ്സമൊന്നുമില്ല.
അതിൽ ഒരെണ്ണം കൂടെ കിടക്കട്ടെ. ഇല്ല, ചാടിയിട്ടില്ല കേട്ടോ. കറക്റ്റ് ആ നെറ്റിൽ വന്ന് കൊണ്ട് നിൽക്കുകയാണ്. ഭാഗ്യം. ഈ ഭാഗത്ത് സ്ക്രൂ ഇട്ടേക്കാം. ഇങ്ങനെയാണെന്ന് വെച്ചാലേ, ഇപ്പോൾ ഒരു കൈ കൊണ്ട് പൊക്കവും മറ്റേ കൈ കൊണ്ട് ക്യാമറ ഓടിച്ചിരിക്കില്ലേ, രണ്ട് പൊക്കവും മുറുക്കുന്ന നടക്കുന്നത്. എന്ന് വെച്ചാൽ വെയിറ്റ് നോക്കണ്ട ഈ കയ്യിൽ. അപ്പോൾ നമുക്ക് ആ ജാക്കി ഒന്ന് ടൈറ്റായി കൊടുക്കാം, ഹൈറ്റ് കൂട്ടി കൊടുത്തേക്കാം. ഓക്കെ, ഇനി സുഖമായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നുവെച്ചാൽ ആ ബലം അങ്ങ് പോയി. ബാക്കിലത്തെ സ്ക്രൂ ഇടാം. ബാക്കിലെ സ്ക്രൂ ഇട്ടാൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആകത്തുള്ളൂ. അല്ലെ ഞാൻ വെച്ച് തിരിച്ചോണ്ടിരിക്കുന്നു. ഇനിയിപ്പം ജാക്കറ്റ് ഹൈറ്റ് അപ്പുറം സൈഡിൽ നിന്ന് കൂട്ടി കൊടുക്കാം. സംഭവം അതുകൊണ്ട് എന്നാലേ നമുക്ക് ഫ്രണ്ടിൽ നെറ്റിടാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ വീഡിയോ കഴിയുന്നത് കട്ട് ചെയ്യാതെ കാണിക്കുന്നത് കേട്ടോ. മിസ്റ്റേക്കുകൾ എന്തൊക്കെ ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കുകളൊക്കെ ഒന്നും ഞാൻ കളയുന്നില്ല. ഇത് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കുകളൊക്കെ അതെന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ മറ്റുള്ളവർക്കും അറിയണമല്ലോ. അല്ലാതെ എല്ലാം പെർഫെക്റ്റായിട്ട് ഒറ്റയടിക്കുക ചെയ്ത് മിടുക്കനായിട്ട് കാണിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മെക്കാനിക്കൊന്നുമില്ല. ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരും, അത് നമ്മൾ തിരുത്തി ചെയ്യും. ചിലപ്പോൾ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങും കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ ഈ സ്ക്രൂ നമുക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഇതിന് ഹൈറ്റ് കൂട്ടണ്ടായിരുന്നു. ഹൈറ്റ് കൂട്ടുമ്പോൾ ആ ഒരു ഗ്യാപ്പങ്ങ് അവിടെ തീരും. വേറെ ഒന്നും ഇടാനില്ലല്ലോ അല്ലേ.
വയറുകളൊക്കെ ഇതിനിടെ കയറി കുരുങ്ങാതെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു വയറുണ്ട്, അത് ഇവിടെ ഒരു വയറുണ്ടായിരുന്നു. ഈ അടി കാണിക്കാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ടാണ്. ഈ വയറുണ്ടല്ലോ ഇവിടെ, അപ്പം അത് ഈ ടാങ്കും കൂടി കയറ്റാകുമ്പോഴേ അതിങ്ങനെ നമ്മൾ വെല്ലുകൊണ്ട് തള്ളി മാറ്റിയിട്ട് കൊടുക്കണം. അത് ഇരുമ്പിൻ്റെ വയറാണെന്ന് തോന്നുന്നു, മറ്റേ ബ്രേക്ക് ലൈനറിൻ്റെ വയർ. വേറെ എന്തെങ്കിലും വയറുകൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ കേട്ടോ. വെച്ച് അമർത്തരുത്, അമർത്തിയ ഭയങ്കര വില കൊടുത്തിട്ടുണ്ട്. ഇതും പോരാ, ഇനി ടൈറ്റ് ആക്കണം. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നാ വെച്ചാൽ ആ ഹോൾ എനിക്കിവിടെ കാണാൻ പറ്റും, സ്ക്രൂവിൻ്റെ ഹോളെ. കൈ കഴിച്ചു കേട്ടോ, കൈ കഴിക്കും. ഫുള്ളും കൊടുക്കണ്ട, കുറച്ച് ലൂസ് വെച്ചേക്കണം. അവിടെ ഞാനൊരു ആണി തെറ്റായിട്ട് അഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ 5 എണ്ണം വന്നത്, 4 എണ്ണം ഉള്ളൂ ഈ ടാങ്കിൻ്റെ സ്ക്രൂ. അതേപോലെ തന്നെ ഇരിക്കുന്ന ആണി തൊട്ടടുത്തുണ്ടായിരുന്നു, ഒരു ക്ലാമ്പൊക്കെ ആയിട്ട്. അത് പിടിച്ചഴിച്ചറിയാതെ അങ്ങനെ 5 അണി വന്ന്. ഇവിടെ ഒരു ക്ലാമ്പാണ് ഞാൻ അറിയാതെ അഴിച്ചിരുന്നത് കേട്ടോ. ആ ക്ലാമ്പ് ഈ ടാങ്കിൻ്റെ ഒരു തകിടില്ലേ, ഈ തകിട്, അതിനകത്തുകൂടിയാണ് കയറിയെന്ന് തോന്നുന്നു. അത് വെളിയിലാണോ നോക്കണം. അല്ല, വെളിയിൽ തന്നെ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇടാം. അപ്പോൾ ഈ ഇതിൻ്റെ സ്ക്രൂ ഇട്ടേക്കാം. ഇവിടെ ഈ ഒരു ക്ലാമ്പില്ലേ, അത് ഈ ഹോളിൻ്റെ ഇവിടെ നേരെ വെച്ചിട്ട് ആ ക്ലാമ്പ് കൂടി ചേർത്ത് വേണം ഇടാനായിട്ട്. ഇത് ഇടുന്ന സംശയം ഉണ്ടെങ്കിലോ, ആദ്യത്തെ അഴിക്കുന്ന വീഡിയോ ഉണ്ട് എൻ്റെ, ഫസ്റ്റ് വീഡിയോ. ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ എല്ലാം നല്ലപോലെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ കാറിനടി സ്പേസ് കുറവായതുകൊണ്ട് ഈ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഒരു വിധത്തിലാണ് പണി കാണുന്നത്. അപ്പം സ്ക്രൂ ഈ ബോക്സ് മാനത്തിനടുത്ത് ഞാൻ സ്ക്രൂ വെച്ചിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ ഒരു ബലം കൊടുക്കേണ്ടി വരും അവിടെ, നല്ല ഹോളിനകത്ത് കയറത്തുള്ളൂ. ബലം ഉണ്ടാവും എയറിൻ്റെ, അതുകൊണ്ടാണ് അങ്ങോട്ട് ഒതുങ്ങാത്തത്.
അപ്പോൾ ഇവിടെ എൻ്റെ ആ ഒരു സ്ക്രൂ ഇവിടെ എൻ്റെ ടൈറ്റ് വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വയറിൻ്റെ ഇവിടെ എനിക്കിവിടെ 2 കൈ ഇടാൻ പറ്റും, ഒറ്റ കൈ ഇടാൻ പറ്റുള്ളൂ. അതുതന്നെ പ്രധാന കാര്യം. പിന്നെ ഈ വയറിൻ്റെ ഇവിടെ ഭയങ്കര ടെമ്പറ ഉണ്ടോ, ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു സ്ക്രൂ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അഴിച്ചിരിക്കുകയാണ്, ഒരു ബലവും കുറയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ചെറിയ സ്ക്രൂവാണ്, വളച്ച് വെച്ച് ടൈറ്റായിട്ട് വെച്ചിരിക്കുന്നു. തൽക്കാലം നമുക്കിവിടെ മാറ്റി വെക്കാം ഇവിടെ. ഇനി ഇതെടുത്തിട്ട് ഇത് വെളിയിൽ തന്നെയാണ് കേട്ടോ, ടാങ്കിൻ്റെ ഇടയിലോട്ട് കയറ്റുന്നുണ്ട്. ഇതുണ്ട്, ഇപ്പം ഒതുങ്ങുന്നുണ്ട്. നേരത്തെ അവിടെ ടെമ്പറോടെ ഒന്നുകൊണ്ടാണ് നമുക്ക് ഇടാൻ പറ്റാൻ. ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിടിച്ചു കേട്ടോ, നല്ല പണി ചെയ്യുന്നത്, നല്ല മെനക്കെടായിരുന്നു കേട്ടോ ആ സ്ക്രൂ ആൻഡ്. അപ്പോൾ ഹാൻഡ് ടൈറ്റ് ചെറുതായിട്ടൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച കുഞ്ഞ് സ്ക്രൂ ഇല്ലേ, ഇത് 2 കൈ പിടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സ്ക്രൂ ഇട്ടിട്ടുണ്ട്, ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ റിട്ടേൺ ലൈൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കയറ്റി വെച്ചേക്കാം, ഈ കാണുന്ന ചെറുതിലേക്ക്. പക്ഷേ
മെയിൻലിയും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ ആ പെട്രോൾ ഒഴിച്ചിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളേ. പിന്നെ അതിന് എയർ കളഞ്ഞിട്ട് കണക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു വീഡിയോ കൊണ്ട് തീർക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് എയർ കളഞ്ഞ് കണക്ട് ചെയ്യുന്നതൊക്കെ അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാം. ക്ഷീണിച്ചു കേട്ടോ.